സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല ദിനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം മുഴുവനും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം ഹൃദയത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ലൂക്കയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 21-ാം വാക്യം പ്രത്യേകമായും ഞങ്ങൾ അനുസ്മരിക്കുകയും അതിനെപ്രതി അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. നല്ല ദൈവമേ, അങ്ങേ ദൈവത്തിനായ ഞങ്ങളുടെ രക്ഷകനായ യേശു പരിശുദ്ധാത്മാവിനാൽ ആനന്ദിക്കുന്ന ആ രംഗം ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു. ആത്മാവ് നിറഞ്ഞപ്പോൾ ആത്മാവിൻ്റെ സന്തോഷവും ആനന്ദവും ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞതായി ഇവിടെ അങ്ങ് ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മുഖം പ്രസന്നമാകുന്നതും ആ മുഖത്ത് ആനന്ദം തിരതല്ലുന്നതും അധരങ്ങളിൽ നിന്ന് മൊഴിയുന്ന ഓരോ വാക്കിലും ആനന്ദം നിറഞ്ഞു നിൽക്കുന്നതും ചേഷ്ടകളെല്ലാം അത്ര ഹൃദ്യമായി മനോഹരമായി തീർന്നതും ഞങ്ങൾ മനസ്സ് കാണുന്നു. നല്ലവനായ ദൈവമേ, അങ്ങയുടെ ദിവ്യപുത്രൻ്റെ ഈ ദിവ്യമായ അനുഭവം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളും അതുപോലെ തന്നെ ആത്മാവിനാൽ നിറഞ്ഞ് സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടതരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവായ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെയും ജീവിതത്തിൽ എല്ലാ നിമിഷവും എന്തുമാത്രം കാര്യങ്ങളാണ് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെയായി ഞങ്ങൾ കാണേണ്ടത്. പക്ഷേ ആത്മാവിൻ്റെ പ്രവർത്തനം വിവേചിച്ചറിയുവാൻ കഴിവില്ലാത്തതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ ഞങ്ങൾ കഴിവില്ലാത്തവരായി തീർന്നിരിക്കുന്നു. നല്ലവനായ യേശുവേ, പരിശുദ്ധാത്മാവിൻ്റെ ഞങ്ങളുടെ മേലും അയക്കണമേ. അങ്ങ് അനുഭവിച്ചതുപോലെ ദിവ്യമായ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ജീവിതത്തെ എല്ലാ അനുഭവങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും അതിനോട് ദൈവിക കൃപയനുസരിച്ച് സഹകരിക്കുവാനും ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ. ഒരിക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും ഭയവും ഒന്നും കടന്നു വരാൻ ഇടകൊടുക്കാതെ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാൻ, ഏത് സാഹചര്യത്തിലും എങ്ങനെയെല്ലാം കലങ്ങി മറിയുന്ന അന്തരീക്ഷത്തിലായാലും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും കഴിവുള്ളവരായി അങ്ങ് ഞങ്ങളെ മാറ്റണമേ. ആത്മാവിൻ്റെ ആനന്ദം നിറഞ്ഞു നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവ് നിറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്ന കർത്താവിൻ്റെ ആ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആ തിരുമുഖത്ത് എന്നും നോക്കിക്കൊണ്ട് അവിടുന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള നിരന്തരമായ കൃപാവരം അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് വസിക്കണമേ. അങ്ങ് ദൈവമായ പ്രചോദനം ഞങ്ങൾക്ക് ഇന്നും നൽകണമേ. പരിശുദ്ധാത്മാവിന് മണവാട്ടിയായ പരിശുദ്ധ കർമ്മല മാതാവേ, പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിനെ പോലെ ആത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രത്യേകമായി കൈപിടിച്ച് നടത്തണമേ. ആത്മാവിൻ്റെ നിറവിലേക്കും ആനന്ദത്തിലേക്കും അങ്ങ് ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധ അമ്മേ കർമ്മല മാതാവേ, അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിനായി ആത്മാവിൻ്റെ നിറവിലുള്ള ജീവിതത്തിന് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.